സ്നേഹസമ്പൂജ്യരായ ഗുരുദേവൻ ഗ്രൂപ്പിലെ എല്ലാ ഗുരുദേവ ഭക്തർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഡോക്ടർ മാതാ ഗുരുപ്രിയാമ്മ വെട്ടിക്കവല കൊട്ടാരക്കര നിരന്തരമായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന പരമ്പരകളുടെ 12ാമത് ഭാഗം ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത്തവണ അമ്മ നമുക്ക് തരുന്ന സന്ദേശം ഗുരുദേവ വചനങ്ങളിലൂടെ ഇൻഡിപെൻഡൻറ്റ് സ്പിരിച്വലിസം അഥവാ സ്വതന്ത്ര ആത്മീയതയെക്കുറിച്ചാണ് അമ്മ ഇവിടെ നമുക്ക് വിശദീകരണം തരുന്നത്. അത് നിങ്ങൾക്കേവർക്കും ശ്രവിക്കുന്നതിനായി സമർപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വാക്കുകളിലേക്ക് കടക്കുകയാണ്. സ്നേഹനിധികളായ എല്ലാ ഗുരുദേവ ഭക്തർക്കും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. സ്വതന്ത്ര ആത്മീയത അഥവാ ഇൻഡിപെൻഡൻറ്റ് സ്പിരിച്വലിസം. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ലീശ്വരൻ. ഈശനെ പൂജിക്കുവാൻ ആശ വെച്ചു കാശിയിൽ പോയിടേണ്ട, ഈശ്വരൻ തന്നിലുണ്ടെന്നറിയിച്ച സൽഗുരുവേ ശരണോ. ഈശനെ പൂജിക്കുവാൻ ആശ വെച്ചു കാശിയിൽ പോയിടേണ്ട, ഈശ്വരൻ തന്നിലുണ്ടെന്നറിയിച്ച സൽഗുരുവേ ശരണോ. ഗുരുദേവൻ്റെ ആത്മോ ഉപദേശ ശതകത്തിലൂടെ ഗുരു ലോകത്തിന് നൽകിയിരിക്കുന്ന സന്ദേശം നാം മനസ്സിലാക്കുമ്പോൾ നിന്നിലിരിക്കുന്ന ഈശ്വരനെ നീ കണ്ടെത്തൂ എന്നാണ് അതിൻ്റെ സാരം. അതിനാണ് ആത്മാവിലെ അന്ധത മാറ്റി അറിവാകുന്ന പ്രകാശം കണ്ടെത്തുവാൻ ഗുരു 100 പദ്യങ്ങളിലായി ആത്മാവിനെ ഉപദേശിച്ചിരിക്കുന്ന അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് തീർച്ചയായും ഉള്ളിലെ ഈശ്വരനെ അഥവാ ജീവശക്തിയെ കണ്ടെത്തുവാൻ കഴിയും. അദ്വൈത ദർശനം പ്രായോഗികമാക്കുവാൻ പറ്റാത്ത എന്തോ ആണെന്ന ചിന്തയാണ് ജനത്തിനുള്ളത്. ആർക്കും സ്വന്തം ജീവിതത്തിൽ പകർത്തി പ്രായോഗികമാക്കി വിജയിപ്പിക്കാവുന്ന ഒന്നാണെന്ന് നാം അറിയുന്നില്ല. അഹംഭാവം ഒന്നുമില്ലാതെ നമുക്കാരോടും പറയാം, ഗുരുവിൻ്റെ സത്യദർശനം ലോകത്തിൻ്റെ സകല ദുഃഖങ്ങൾക്കും അറുതി വരുത്തുവാനുള്ള ഏക ഔഷധമാണെന്ന്. അദ്വൈതം എന്നാൽ രണ്ടാമതൊന്നില്ലാത്തത് ഒന്ന് മാത്രമേയുള്ളൂ ലോകത്ത്. അതാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ്. ആ പരമാത്മാവായ സത്യം സകല മാനവരാശിയും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നാം നേരിടുന്ന ഭയാനകമായ പ്രതിസന്ധിയിൽ നിന്നും നമുക്ക് മുക്തി നേടണമെങ്കിൽ ആ പരമ സത്യം നാം അറിഞ്ഞേ മതിയാവൂ. നാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്ത് എന്തെല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുവോ അതെല്ലാം ഇന്ന് കാണുന്നത് നാളെ ഇല്ലാത്തതാണ്. പരമമായ സത്യം അറിവിലും ഏറിയ അറിവാണ്. ആ അറിവ് അറിയണമെങ്കിൽ ഉൾക്കണ്ണ് തുറക്കണം. അവിടെയാണ് ഗുരുദേവൻ നമുക്ക് നൽകിയിരിക്കുന്ന മഹത് വചനത്തിൻ്റെ പ്രസക്തി. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും
കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണോ. ഇവിടെ ഗുരു രണ്ടറിവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അറിവും അറിവിലും ഏറിയ അറിവും. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ലോകത്ത് തന്നെ രണ്ട് ലോകമുണ്ടെന്നും, ഒന്ന് കാണുന്ന ലോകവും ഒന്ന് കാണാത്ത ലോകവും. ഈ രണ്ട് ലോകത്തെക്കുറിച്ചും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, അക്കരയ്ക്ക് യാത്ര ചെയ്യോ സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. അക്കരയാണൻ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. വിശ്വാസമാം പടവിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു ഞാൻ വലഞ്ഞിടുമ്പോൾ, അവിടെയും വിശ്വാസി ഭയപ്പെടേണ്ട, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം കാണുവാനും കേൾക്കുവാനും കഴിയുന്നുവോ അതിനെ അറിവെന്നും, കാണാത്ത ലോകത്തെ അറിയാൻ പഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളിലടക്കി തെരുതെര വീണു വണങ്ങി ഓതിരേണം. അങ്ങനെ ഉൾക്കണ്ണ് തുറന്ന ആറാമേന്ദ്രിയ അറിവിലും ഏറിയ അറിവ് ബ്രഹ്മജ്ഞാനം സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്ന വചനം നാം മനസ്സിലാക്കുമ്പോൾ കാണപ്പെടുന്നതൊക്കെയും സ്ഥൂല സൂക്ഷ്മ കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. കാണാത്ത ലോകത്ത് നിന്ന് സ്ഥൂല സൂക്ഷ്മ കാരണം എന്നും ഗുരു പറഞ്ഞിരിക്കുന്ന മൂന്ന് അവസ്ഥകൾ കൂടിച്ചേരുമ്പോൾ ഒരു വസ്തുവായി. അങ്ങനെയാണ് കാണുന്ന ലോകം തന്നെ ഉണ്ടായത്. ഈ ലോകത്ത് ഇന്ന് കാണാത്തത് നാളെ ഇന്ന് കാണുന്നത് നാളെ ഇല്ലാത്തതാണ്. കാണാത്ത ലോകത്തിലെ ശക്തി ചൈതന്യമാണ് കാണുന്ന ലോകത്തിൻ്റെ നിലനിൽപ്പ്. ഇതെല്ലാം തന്നെ ഗുരു പ്രത്യേകം വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിത വിജയവും മുക്തിയും ഉണ്ടാകുന്നത്. കാണുന്ന ലോകവും കാണാത്ത ലോകത്തെക്കുറിച്ചും അറിയണമെങ്കിൽ ആത്മോപദേശ ശതകത്തിൻ്റെ പൊരുൾ അറിഞ്ഞിരിക്കണം, അത് ഉൾക്കൊള്ളണം. എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മബോധം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് തന്നെ സ്വയം തോന്നും, ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒരു ജീവിതമായിരുന്നു. ഈ അന്തസ്സത്ത നാം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ അതിനായി ഒരു തയ്യാറെടുപ്പ് തന്നെ ആവശ്യമാണ്. അതിനാൽ നമ്മുടെ വ്യക്തിത്വം ആർക്കും അടിയറ പറയാതെ കാത്തു സൂക്ഷിക്കണം. അതുപോലെ നമുക്ക് ആത്മീയമായ ഒരു സംസ്കാരം ഉണ്ടാകണം. ആത്മീയത മതാതീതവും സ്വതന്ത്രവുമാണെന്നുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കുടിയിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നാം തിരിച്ചറിയുന്നത്. ആത്മീയമായ സംസ്കാരവും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സത്യാന്വേഷിക്ക് സ്വതന്ത്രമായ ആത്മീയത കൈവരിക്കാൻ കഴിയുന്നു. സ്വതന്ത്രമായ ആത്മീയത അഥവാ ഇൻഡിപെൻഡന്റ് സ്പിരിച്വലിസം, ഇതാണ് ഗുരു പറഞ്ഞിട്ടുള്ള തന്നെ താനറിയൂ എന്ന അവസ്ഥ. അതിനെ 1-ാമത്തെ പദ്യത്തിൽ തുടങ്ങി 100-ാമത്തെ പദ്യത്തിൽ ലക്ഷ്യത്തിൽ എത്തുന്ന അവസ്ഥ. ബാക്കിയെല്ലാം ഉപദേശങ്ങളും മാർഗങ്ങളുമാണ്. മേൽപ്പറഞ്ഞ കാണുന്ന ലോകത്തെയും കാണാത്ത ലോകത്തെയും കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വേറെ എങ്ങും തിരയേണ്ട, ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ ജീവശക്തിയെ ഇന്നുവരെയും ആരും കണ്ടിട്ടില്ല. ശരീരം നമ്മൾ കാണുന്നു. ജീവാത്മാവും ശരീരവും ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. അതിനാൽ ശരീരം അടങ്ങുന്ന ലോകം കാണുന്നതും ആത്മാവ് അടങ്ങുന്ന ലോകം കാണാത്തതും. അതിനാൽ കാണുന്ന ലോകത്ത് തന്നെയാണ് കാണാത്ത ലോകവും. കാണാത്ത ലോകത്തുള്ള ആത്മീയ ചൈതന്യത്തെക്കുറിച്ച്
ആരോരുമറിയാതെ എന്നുള്ളിലുള്ളൊരു ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും ഒരു നാൾ ഈശ്വരൻ വന്നെൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ ആനന്ദിക്കും. ദുഃഖങ്ങൾ തന്നു നീ എന്നെ അടുപ്പിച്ചു, ആശ്വാസം തന്നു നീ അനുഗ്രഹിച്ചു. ശൂന്യമാം ശക്തി ഞാൻ എന്തെന്നറിഞ്ഞപ്പോൾ നിന്നോടടുക്കാൻ കൊതിയേറുന്നു. ശൂന്യമാ ശക്തി ഞാൻ എന്തെന്നറിഞ്ഞപ്പോൾ നിന്നോടടുക്കാൻ കൊതിയേറുന്നു. ആരോരും അറിയാതെ എന്നുള്ളിലുള്ളൊരു ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും ഒരു നാൾ ഈശ്വരൻ വന്നെൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ ആനന്ദിക്കും. കാണുന്ന ലോകത്തിൻ്റെ ഒരംശമാണ് നമ്മുടെ ശരീരം. കാണാത്ത ലോകത്തിലെ ഒരംശമാണ് നമ്മുടെ ജീവാത്മാവ്. അത് നമ്മൾ തിരിച്ചറിയണം. ഋഷീശ്വരനായ ശങ്കരാചാര്യരുടെ സനാതന ധർമ്മത്തിൻ്റെ അടിത്തറയാണ് അദ്വൈതം. ആ ബോധം മനുഷ്യരിൽ ഉണ്ടായാൽ മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ ധാർമ്മികമായി വരും. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കാലചക്രം കറങ്ങി ഇപ്പോൾ നാം നേരിടുന്ന ഭയാനകമായ വിപത്തിന് കാരണങ്ങൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തായി സുഷുമ്നാകാണ്ഡവും അതിൽ ചുരുളിട്ടിരിക്കുന്ന കുണ്ടലിനി ശക്തി അഥവാ ജീവശക്തി ഒരു ഇരുട്ടുമുറിയിൽ കുടത്തിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഇരിക്കുകയാണ്. ആ കുടമാണ് മനുഷ്യനിലെ ദുർഗുണങ്ങളാകുന്ന കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദികൾ. അതിനാൽ ജീവശക്തിയും മനസ്സും ധ്രുവങ്ങളുടെ അകലമാണ്. അതുകൊണ്ടാണ് ഉള്ളിലെ പ്രകാശം നമുക്ക് അനുഭവപ്പെടാത്തത് അഥവാ ഈശ്വരനെ തിരിച്ചറിയാത്തത്. ആ ദുർഗുണങ്ങളാകുന്ന കുടം ഇല്ലാതാവണമെങ്കിൽ മനസ്സ വാച കർമ്മണ നല്ലത് ചെയ്യണം. അന്തരാത്മാവിനെ തൊട്ടുണർത്തുന്ന പ്രാർത്ഥനയും ചെയ്യണം. അതിലൂടെ പടിപടിയായി ആ കുടം ഇല്ലാതെയാകുകയും പ്രകാശ ശരീരമാസകലം പാസ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈശ്വരനോട് നമ്മൾ 10 ചുവട് അടുത്താൽ ഈശ്വരൻ 20 ചുവട് നമ്മോട് അടുക്കും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈശ്വരനിൽ നിന്നും 10 ചുവട് അകലുമ്പോൾ ഈശ്വരൻ 20 ചുവട് അകലുമെന്നാണ് ആത്മീയമായും പറയേണ്ടത്. അപ്പോൾ ഇരുമ്പും കാന്തവും പോലുള്ള ആകർഷണം അഥവാ മാസ്മരീയത നമുക്ക് ഈശ്വരൻ്റെ ചൈതന്യം കൊണ്ട് അനുഭവപ്പെടും. ഒരു തിരി കത്തിച്ച വെട്ടം തെളിയുമ്പോൾ ഒരുപാടിരുട്ട് പോയി, കൂരിരുട്ട് പോയി. ഒരു തിരി കത്തിച്ച വെട്ടം തെളിയുമ്പോൾ ഒരുപാടിരുട്ട് പോയി, കൂരിരുട്ട് പോയി. വെട്ടം ഊതിച്ച് ഒരു തിരി കത്തിച്ച വെട്ടം തെളിയുമ്പോൾ ഒരുപാടിരുട്ട് പോയി, കൂരിരുട്ട് പോയി. നാം ശ്രദ്ധയോടും ജാഗ്രതയോടും ഈശ്വര വിശ്വാസത്തോടും നമ്മുടെ മനസ്സ് ജീവാത്മാവിനോടടുത്താൽ കുണ്ടലിനി ശക്തി അഥവാ ജീവശക്തി ഉണർന്ന് ഇഴഞ്ഞിഴഞ്ഞ് നമ്മുടെ നട്ടെല്ലിൽ കൂടി സഞ്ചരിച്ച് സഹസ്രാര പത്മത്തിലെത്തുമ്പോഴാണ് പരമാത്മ ചൈതന്യമാകുന്ന പരമാത്മാവും ജീവാത്മാവും കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരവസ്ഥ നമുക്ക് നേടാൻ കഴിഞ്ഞാൽ ആ ശക്തി ശരീരമാസകലം പാസ് ചെയ്യുന്നു. ജീവശക്തി അഥവാ കുണ്ടലിനി ശക്തി ഉണർന്നു കഴിയുമ്പോൾ മുതൽ നമ്മുടെ അന്ധത മാറുന്നു, ദുർഗുണങ്ങൾ ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴാണ് ആത്മബോധം മനുഷ്യനെ നേടുന്നു. നമുക്ക് ധർമ്മവും അധർമ്മവും തിരിച്ചറിയുന്നു, ഭൗതികതയും ആത്മീയതയും തിരിച്ചറിയുന്നു. ആത്മീയത എന്ന സത്യം പ്രചരിപ്പിക്കേണ്ടത് പരസ്യത്തിലൂടെയല്ല, ഒരു കണ്ണിയിൽ നിന്നും മറ്റൊരു കണ്ണിയിലേക്ക് പാസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനാണ് ശക്തി ചൈതന്യമുള്ളത്, അതിനാണ് നിലനിൽപ്പ്. നമ്മുടെ രൂപത്തെയും ശബ്ദത്തെയും ഒക്കെ തരംഗങ്ങളാക്കുന്ന ഈ ശക്തി ആണ് പരമാത്മ ജ്ഞാനം കിട്ടിയ ഭാഗ്യശാലികളുടെ ശബ്ദവും രൂപവും തരംഗങ്ങളായി ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള
ഉള്ളവർ വളരെ അപൂർവമായിട്ടേ കാണാൻ സാധ്യതയുള്ളൂ. കാരണം അവിടെ എത്തണമെങ്കിൽ വളരെ ത്യാഗം അനുഭവിച്ച് എത്താൻ പറ്റൂ. അങ്ങനെയുള്ളവർക്കാണ് നേരത്തെ ഉള്ള പരമ്പരയിൽ സൂചിപ്പിച്ചിരുന്ന സ്പർശനം, ദർശനം, പ്രസാദം, ശബ്ദം, ഈ 4 അവസ്ഥയിൽ കൂടി നമ്മുടെ ശരീരത്തിലുള്ള ആത്മീയ കറണ്ട് അഥവാ ആത്മീയ ചൈതന്യം സ്പ്രെഡ് ചെയ്ത് ലോകത്തിൻ്റെയും മനുഷ്യ മനസ്സുകളിലെയും ഇരുട്ട് അഥവാ അന്ധത മാറ്റി. എന്നാൽ ഈശ്വരൻ അഗ്നിശുദ്ധി വരുത്തുമ്പോൾ 15 പേരും പരാജയപ്പെടുകയും അവസാനം ഒരാൾ അതിനെ അതിജീവിച്ച് പരമാത്മ ദർശനം സ്വായത്തമാക്കുന്നു. അവർക്കാണ് പ്രകൃതിയെപ്പോലെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ജനസംഖ്യ അനുപാതം വെച്ച് നോക്കുമ്പോൾ അനേകായിരങ്ങളിൽ 1-2 ആത്മീയമായ സംസ്കാരവും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സത്യാന്വേഷിക്ക് സ്വതന്ത്രമായ ആത്മീയത കൈവരിക്കാൻ കഴിയുന്നു. സ്വതന്ത്രമായ ആത്മീയത അഥവാ ഇൻഡിപെൻഡന്റ് സ്പിരിച്വലിസം, ഇതാണ് ഗുരു പറഞ്ഞിട്ടുള്ള തന്നെ താനറിയൂ എന്ന അവസ്ഥ. അതിനെ 1-ാമത്തെ പദ്യത്തിൽ തുടങ്ങി 100-ാമത്തെ പദ്യത്തിൽ ലക്ഷ്യത്തിൽ എത്തുന്ന അവസ്ഥ. ബാക്കിയെല്ലാം ഉപദേശങ്ങളും മാർഗങ്ങളുമാണ്. മേൽപ്പറഞ്ഞ കാണുന്ന ലോകത്തെയും കാണാത്ത ലോകത്തെയും കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ വേറെ എങ്ങും തിരയേണ്ട, ഉള്ളിലേക്ക് നോക്കിയാൽ മതി. നമ്മുടെ ജീവശക്തിയെ ഇന്നുവരെയും ആരും കണ്ടിട്ടില്ല. ശരീരം നമ്മൾ കാണുന്നു. ജീവാത്മാവും ശരീരവും ഒരു നാണയത്തിൻ്റെ 2 വശം പോലെയാണ്. അതിനാൽ ശരീരമടങ്ങുന്ന ലോകം കാണുന്നതും ആത്മാവ് അടങ്ങുന്ന ലോകം കാണാത്തതും. അതിനാൽ കാണുന്ന ലോകത്ത് തന്നെയാണ് കാണാത്ത ലോകവും. കാണാത്ത ലോകത്തുള്ള ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് ആരോരും അറിയാതെ എന്നുള്ളിലുള്ളൊരു ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും ഒരു നാൾ ഈശ്വരൻ വന്നെൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ ആനന്ദിക്കും. ദുഃഖങ്ങൾ തന്നു നീ എന്നെ അടുപ്പിച്ചു, ആശ്വാസം തന്നു നീ അനുഗ്രഹിച്ചു. ശൂന്യമാം ശക്തി ഞാൻ എന്തെന്നറിഞ്ഞപ്പോൾ നിന്നോടടുക്കാൻ കൊതിയേറുന്നു. ശൂന്യമാ ശക്തി ഞാൻ എന്തെന്നറിഞ്ഞപ്പോൾ നിന്നോടടുക്കാൻ കൊതിയേറുന്നു. ആരോരും അറിയാതെ എന്നുള്ളിലുള്ളൊരു ഈശ്വരനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും ഒരു നാൾ ഈശ്വരൻ വന്നെൻ്റെ കൺമുന്നിൽ കണ്ടു ഞാൻ ആനന്ദിക്കും. കാണുന്ന ലോകത്തിൻ്റെ ഒരംശമാണ് നമ്മുടെ ശരീരം. കാണാത്ത ലോകത്തിലെ ഒരംശമാണ് നമ്മുടെ ജീവാത്മാവ്. അത് നമ്മൾ തിരിച്ചറിയണം. ഋഷീശ്വരനായ ശങ്കരാചാര്യരുടെ സനാതന ധർമ്മത്തിൻ്റെ അടിത്തറയാണ് അദ്വൈതം. ആ ബോധം മനുഷ്യരിൽ ഉണ്ടായാൽ മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ ധാർമ്മികമായി വരും. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ കാലചക്രം കറങ്ങി ഇപ്പോൾ നാം നേരിടുന്ന ഭയാനകമായ വിപത്തിന് കാരണങ്ങൾ. ശാന്തിയും സമാധാനവും നേടാൻ കഴിയൂ. ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തത്തിന് പരിഹാരമാണ്. നമുക്ക് രോഗം വന്നാൽ രോഗം എന്താണെന്ന് അറിഞ്ഞ് ചികിത്സിച്ചാൽ മാത്രമേ രോഗം ഭേദമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് ലോകം നേരിടുന്ന അധർമ്മമാകുന്ന മാരക വിഷം ചീറ്റിയപ്പോൾ, പ്രകൃതിയുടെ പ്രാണവായുവായ ധർമ്മം നഷ്ടപ്പെട്ടപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് തന്ന ഒരു പണിഷ്മെൻ്റാണ് ഇതുപോലുള്ള ദുരന്തം എന്ന് നാം മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ദുരന്തം വഴിമാറുമ്പോൾ മറ്റൊരു ദുരന്തം വരാതിരിക്കാൻ നാം പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ. അതിനുള്ള പരിഹാരം ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ സ്വയം നന്നാവുക, മനസ്സ് ശുദ്ധമാക്കുക. ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങളും നമ്മുടെ സഹോദര ജീവികളാണ് എന്ന് മനസ്സിലാക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. അവർക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നറിയുക. അന്യദുഃഖത്തിൽ കരുണ ഉണ്ടാകുക. മനുഷ്യ ജന്മം ശ്രേഷ്ഠമാണ്. ഇതെല്ലാം തിരിച്ചറിയുവാനുള്ള കഴിവ് സർവശക്തനായ ദൈവം തമ്പുരാൻ മനുഷ്യന് തന്നിട്ടുണ്ട്. ഇത് 12ാമത്തെ പരമ്പരയിൽ ഭഗവാൻ ശ്രീനാരായണ
ഗുരുവിൻ്റെയും ആദിപരാശക്തിയായ ലോകമാതാവിൻ്റെയും കൃപാകടാക്ഷം കൊണ്ടാണ് ഇത് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ള പഴയ കണക്കനുസരിച്ച് 1000 പേർ ജനിക്കുമ്പോൾ അവർ മായയിൽ മയങ്ങി ധർമ്മവും സത്യവും കൈവിട്ടു പോകുന്നു. അവരെ ഉദ്ധരിക്കുവാൻ ഈശ്വരൻ 16 പേരെ ശുദ്ധാത്മാക്കളെ ജനിപ്പിക്കുന്നു. എന്നാൽ ഈശ്വരൻ അഗ്നിശേരായിരിക്കും ഉണ്ടാകുന്നത്. സൃഷ്ടികർത്താവ് അവരിൽ കൂടി ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു. എന്നാൽ ജനങ്ങൾ ജീവിതം ആസ്വദിക്കാൻ നെട്ടോട്ടം ഓടുമ്പോൾ ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഈ അമ്മയുടെ കൊച്ചു മനസ്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകൾ ഇങ്ങനെ ഒരു വേദിയിൽ കൂടി ജനങ്ങളെ അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ വളരെ ശ്രദ്ധയോടെ ഇത് ഉൾക്കൊള്ളുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവർ കൂടുതൽ പേർ ഉണ്ടാകണമെന്ന് ഗുരുനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈശ്വരനോട് അടുത്താൽ മാത്രമേ ലോകചരിതം വിവരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടാകണം. ലോകത്തിൻ്റെ അച്ചുതണ്ടാണ് പരമാത്മ, മനുഷ്യന്റെ അച്ചുതണ്ടാണ് ജീവാത്മാവ്. ഇത് മനുഷ്യൻ തിരിച്ചറിഞ്ഞ് ലോകം നന്നാവുകയുള്ളൂ. ഇതിന് ആധ്യാത്മിക ബോധവൽക്കരണം വേണം. അതിന് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം മുതൽ ആരംഭിക്കണം. അറിവ് നേടുന്നതോടൊപ്പം അറിവിലും ഏറിയ അറിവ് നേടണം. ഇത് രണ്ടും സമന്വയിപ്പിച്ച് ജീവിതയാത്ര തുടർന്നാൽ ജീവിതം ധന്യവും അർത്ഥപൂർണവും ആകുമെന്ന് ഗുരുനാമത്തിൽ അറിയിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ സ്നേഹനിധികളായ മക്കൾക്കും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ.